ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് വെൽത്ത് ആൻഡ് വേർഡിൻ്റെ പാർട്ട് 2 ആണ് എടുക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം സോഷ്യലിസ്റ്റ് ഐഡിയാസ് വരെയാണ് നിർത്തിയത്. ഇനിയിപ്പം മാർക്സ് ആൻഡ് ഫെഡറിക് എൻഗൽസ് ഇവരെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. Karl Marx and Friedrich Engels played a pivotal role in transforming socialism from an early stage dream or belief into practical and scientific ideology. ഈ കാൾ മാർക്സും ഫെഡറിക് എംഗലും ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട് സോഷ്യലിസത്തിന് ഒരു പ്രാക്ടിക്കൽ ആൻഡ് സയൻറ്റിഫിക് ഐഡിയോളജിയാക്കി മാറ്റാൻ വേണ്ടി. കാൾ മാർക്സും ഫെഡറിക് ഏഞ്ചലും ഒരു ഇമ്പോർട്ടൻ്റ് റോൾ വഹിച്ചിട്ടുണ്ട് സോഷ്യലിസത്തിന് പ്രാക്ടിക്കൽ ആൻഡ് സയൻറ്റിഫിക് ഐഡിയോളജി ആക്കാൻ, സോഷ്യലിസത്തിനെ പ്രാവർത്തികമാക്കാൻ ഒരു നല്ലൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അടുത്ത ഇമ്പീരിയലിസം. ഫാക്ടറി പ്രൊഡക്ഷൻ ഇൻക്രീസ്ഡ്, ഇൻഡസ്ട്രിയലൈസ്ഡ് കൺട്രി ഫൗണ്ട് ഇറ്റ് ഡിഫിക്കൽട്ട് ഓഫ് source new raw materials. As a result, countries like Belgium turned to their colonies such as Congo obtain raw material like rubber. ഇപ്പോൾ ഫാക്ടറി പ്രൊഡക്ഷൻ കൂടി, അന്നേരം വ്യാവസായിക രാജ്യങ്ങൾ അവർക്ക് വേണ്ട ആദ്യമായി ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതിന് മുന്നേ പ്രൈമറി ആയിട്ട് കുറച്ച് സാധനം വേണമല്ലോ, അതിൽ നിന്നുള്ളൊരു പ്രൊഡക്റ്റ് ഉണ്ടാകുക. ഈ സാധനങ്ങൾ കണ്ടുപിടിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടായിരുന്നു. അന്നേരം അതിൻ്റെ ശേഷം അവർ കൺട്രീസ് ലൈക്ക് ബെൽജിയം ടേൺ ടു ദെയർ കോളനി സച്ച് ആസ് കോങ്കോ ഒബ്റ്റെയിൻ റോ മെറ്റീരിയൽ ലൈക്ക് റബ്ബറിനെ പോലുള്ള റോ മെറ്റീരിയൽ കണ്ടുപിടിക്കാൻ ബെൽജിയം കോങ്കോനെ അതിൻ്റെ കോളനിയാക്കി അവിടെ നിന്ന് സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലിസ്റ്റ് സോട്ട് to maximize profit by increasing production while minimizing wages. ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലിസ്റ്റ് പ്രോഫിറ്റ് ഹൈയിൽ ഉണ്ടാക്കി, പക്ഷേ തൊഴിലാളികൾക്ക് വേജ് കുറച്ച് കൊടുത്ത്. അത്ര മനസ്സിലാക്കി. However, reducing wages decreased the purchasing power of workers, making it harder to sell goods domestically. അവിടെ തന്നെ ഗുഡ്സ് സെല്ല് ചെയ്യാനുള്ള ഇത് കുറഞ്ഞ് ഡിഫിക്കൽട്ടായി. അടുത്ത തൊഴിലാളികൾക്ക് വേജ് കുറവാണ്. അതുകൊണ്ട് നെക്സ്റ്റ് colonies became both source of a raw material and a market for European manufactured goods. Colonies became both source of raw material and a market for Europe manufactured goods. കോളനികൾ റോ മെറ്റീരിയൽസിൻ്റെ സോഴ്സ് വരാനുള്ള സ്ഥലമായി, പിന്നെ യൂറോപ്യൻസിന് അവിടെ തന്നെ സാധനങ്ങൾ വിൽക്കാനും പറ്റി. To secure this arrangement, European countries established political control over their colony, which paved the way of imperialism. ഇതൊക്കെ അത് സംരക്ഷിക്കാൻ വേണ്ടി യൂറോപ്യൻ കൺട്രീസ് രാഷ്ട്രീയപരമായ കൺട്രോൾ രാഷ്ട്രീയപരമായുള്ള ഇത് അവരുടെ കയ്യിലാക്കി ആ കോളനിയിൽ. ഇതാണ് ഇമ്പീരിയലിസത്തിന് വഴിയൊഴിച്ചത്. 19th century, countries like England, France became dominant imperial power. ഇംഗ്ലണ്ടും ഫ്രാൻസും ഇമ്പീരിയൽ പവേഴ്സായി ഡോമിനൻ്റ്. A major portion of the world was controlled by these two countries. വേൾഡിൻ്റെ ഒരു ഭൂരിഭാഗം ഈ രണ്ട് കൺട്രിയാണ് കൺട്രോൾ ചെയ്തത്. Soon Germany, Italy, Belgium, USA and Japan also emerged as new imperial nation. പിന്നെ ജർമ്മനിയും ഇറ്റലി, ബെൽജിയം, USA, ജപ്പാനും വന്ന് അവരും കോളനീസ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ തുടങ്ങി. The new imperial nations made attempt to expand their colonies in various parts of the world.
ഈ പുതിയ വന്ന ഈ ഇമ്പീരിയൽ പവേഴ്സ് വേറെ കുറേ അടുത്ത് കോളനീസ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ നോക്കി. ദിസ് ലെഡ് ദ കോമ്പറ്റീഷൻ ബിറ്റ്വീൻ ന്യൂ ആൻഡ് ഓൾഡ് ഇമ്പീരിയൽ നാഷൻ. പഴയ ഇമ്പീരിയൽ നാഷൻസ് പുതിയ ഇമ്പീരിയൽ നാഷൻസ് തമ്മിൽ ഒരു കോമ്പറ്റീഷൻ ഉണ്ടാക്കി. This influenced the course history in 20th century, paved the way of new conflict. പുതിയൊരു വഴിക്ക് പുതിയൊരു സംഭവത്തിന് അത് തുടക്കം കുറിച്ചു. ഇനി അടുത്ത നമ്മൾ പഠിക്കുന്നത് വേൾഡ് വാർ 1914 to 1980. വേൾഡ് വാർ ഫസ്റ്റ്. The causes of World War: imperialist rivalry, extreme nationalism, formation of alliance. ഇതിൽ ഏതെങ്കിലും ഒന്ന് ഈ വരുന്ന ക്രിസ്മസ് എക്സാമിന് ചോദിച്ചിരിക്കും. ഇതിലേതൊന്ന് 4 മാർക്കിന്, അല്ലെങ്കിൽ ഇത് തന്നെ ഒരു എസ് ആയിട്ട് 6 മാർക്കിന്, 6 or 5. ഇമ്പീരിയസ്റ്റ് റൈവൽറി നോക്കാം നമുക്ക്. ജർമ്മനി അൺപ്രസിഡന്റ് പ്രോഗ്രസ് ഇൻ എക്കണോമി ആൻഡ് ഇൻഡസ്ട്രി സെക്ടർ കോസ്ഡ് കൺസേൺ ഓഫ് ഫ്രാൻസ് ആൻഡ് ഇംഗ്ലണ്ട്. ജർമ്മനി ദിവസം കൂടുന്തോറും അവരുടെ ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സിൽ അവർ വളരുകയാണ്. അന്നേരം ഫ്രാൻസിനും ഇംഗ്ലണ്ടിനും അത് ഒരു ഭീഷണിയായി മാറി. ഏഷ്യ ആൻഡ് ആഫ്രിക്ക ഓൾറെഡി അണ്ടർ ബ്രിട്ടീഷ് ആൻഡ് ഫ്രഞ്ച് കൺട്രോൾഡ്. ഏഷ്യ ആഫ്രിക്കയും ബ്രിട്ടീഷിൻ്റെയും ഫ്രഞ്ചിൻ്റെയും കൺട്രോളായിരുന്നു. ജർമ്മനി ടേൺഡ് ഫോക്കസ് ടുവേർഡ് റീജിയൻ അണ്ടർ ദ ഓട്ടമൻ എംപയർ. ഓട്ടമൻ എംപയർ മീൻസ് ടേർക്സിൻ്റെ അണ്ടർ ഉള്ള അവിടേക്ക് അവർ കോളനീസിനെ നോക്കി. ടു അച്ചീവ് ദിസ് ദേ പ്ലാൻ ടു കൺസ്ട്രക്ട് ഓഫ് ദ ബെർലിൻ ബാഗ്ദാദ് റെയിൽവേ ലൈൻ. ഇത് നടക്കാൻ വേണ്ടി അവർ ബെർലിൻ ബാഗ്ദാദ് റെയിൽവേ ലൈൻ നിർമ്മിച്ചു. ദിസ് project alarmed England, France and Russia as they feared could threaten advocate for the security of their territories. This project alarmed. ഈ ഒരു പ്രൊജക്റ്റ് ഇംഗ്ലണ്ടിനെ, ഫ്രാൻസിനെ, റഷ്യനെ ഒന്ന് ഭയപ്പെടുത്തി. കാരണം അവരുടെ ടെറിട്ടറീസിൻ്റെ സെക്യൂരിറ്റീനെ പറ്റി. കോൺസിക്വൻ്റ്ലി tensions and hostile begin the escalation among the Eastern Europe inhabited this nation. അതിനുശേഷം ഇത് ഈസ്റ്റേൺ യൂറോപ്പിൽ എക്സ്കലേറ്റ് ചെയ്യാൻ തുടങ്ങി. എക്സ്കലേറ്റ് മീൻസ് ചർച്ചാ വിഷയമാകാൻ തുടങ്ങി. ഇവിടെയാണ് ജർമ്മനി സിറ്റി. ഇത് ഇവർ ടാർഗറ്റ് ചെയ്ത് ഇവിടേക്കാണ് സ്പ്രെഡാക്കാൻ വേണ്ടി. എക്സ്ട്രീം നാഷണലിസം. Extreme nationalism refers to an intense and emotional devotion to one's country, often involving excessive glorification. എക്സ്ട്രീം നാഷണലിസം എന്ന് വെച്ചാൽ നമ്മുടെ നാഷൻ മാത്രം, നമ്മുടെ രാജ്യം മാത്രം, രാജ്യത്തോട് ഏറ്റവും നല്ല ഒരു ഇമോഷണൽ കണക്റ്റ് ഉണ്ടാവുക, അതാണ് എക്സ്ട്രീം നാഷണലിസം. Many nations argued that region inhabited by a particular race rightfully belong to the race alone. കുറേ രാജ്യങ്ങൾ തർക്കിച്ച് ആ റീജിയൻ ജീവിക്കാൻ പറ്റാത്തൊരു റീജിയനാണെന്ന്. In a countries like Germany and Serbia, extreme nationalism grew alarming proportions. ഈ സെർബിയയിലും ജർമ്മനിയിലും അങ്ങനെ എക്സ്ട്രീം നാഷണലിസം ഗ്രോ ചെയ്ത്. അതാണ് പാൻ ജർമ്മൻ മൂവ്മെൻറ്റും പാൻ സ്ലേവ് മൂവ്മെൻറ്റും. മൂവ്മെൻറ്റ്സ് സച്ച് ആസ് പാൻ സ്ലേവിസം ആൻഡ് പാൻ ജർമ്മനിസം serve as example of organization promoting such as extreme nationalism ideology. Formation of military alliance. The competition for colonies and the rise of extreme nationalism led countries from form military alliance in the late 19th century. 19th centuryക്ക് തുടക്കത്തിൽ അവർക്ക് ഒരു മിലിറ്ററി അലയൻസ് ഫോം ചെയ്യേണ്ടതായിട്ട് വന്നു. നാഷണലിസം വളരുന്നതിനാൽ. ആസ് ദ റിസൾട്ട് ഓഫ് ദ മേജർ മിലിറ്ററി അലയൻസ് എമേർജ്ഡ്
Thereafter, two major alliances emerged. മെയിനായിട്ട് ടു അലയൻസ് ആണുള്ളത്, ട്രിപ്പിൾ അലയൻസും ട്രിപ്പിൾ എൻറ്റൻറ്റും. ഇതാ ട്രിപ്പിൾ അലയൻസിൽ ഇറ്റലി, ജർമ്മനി, ഓസ്ട്രിയ, ഹംഗറി, ഇംഗ്ലണ്ട്, റഷ്യ, ഫ്രാൻസ് ഇവരായിരുന്നു ട്രിപ്പിൾ അലയൻസും ട്രിപ്പിൾ എൻറ്റൻറ്റും. ഇനിയിപ്പം the immediate cause of the World War. A Serbian youth, Gavrilo Princip, assassinated Francis Ferdinand, the heir of the throne of Austria, at the Bosnian capital Sarajevo in June 28, 1944. ഓസ്ട്രേലിയൻ്റെ യുവരാജാവായിട്ടുള്ള ഫ്രാൻസിസ് ഫെർഡിനാൻഡിനെ ഗ്രാവിലോ പ്രിൻസിപ്പ് എന്ന് പറഞ്ഞ ഒരാൾ കൊന്നു. അതിൻ്റെ തുടക്കത്തിലാണ് വേൾഡ് വാർ ഫസ്റ്റ് തുടങ്ങിയത്. ഇൻ ജൂൺ 28, 1944. ഓൺ 28 July 1944, ഓസ്ട്രിയ ഡിക്ലെയർഡ് വാർ ഓൺ സെർബിയ. ഓസ്ട്രിയ സെർബിയക്കെതിരെ വാർ ഡിക്ലെയർ ചെയ്തു. വാട്ട് ആർ ദ ഇമ്പാക്റ്റ് ഓഫ് ഫസ്റ്റ് വേൾഡ് വാർ? ബില്യൺസ് ഓഫ് സോൾജേഴ്സ് ആൻഡ് സിവിലിയൻസ് ലോസ്റ്റ് ലൈഫ്. ലക്ഷക്കണക്കിന് വരുന്ന പട്ടാളക്കാരും സാധാരണ ജനങ്ങൾക്കും ലൈഫ് നഷ്ടപ്പെട്ടു. ഇൻഡസ്ട്രി ആൻഡ് അഗ്രികൾച്ചർ വേർ ഡെവസ്റ്റേറ്റഡ്. ഇൻഡസ്ട്രിയൽ അഗ്രികൾച്ചർ സെക്ടേഴ്സ് ബുദ്ധിമുട്ടിലായി. മാർക്ക്ഡ് ദ ബിഗിനിങ് ഓഫ് ഡിക്ലറേഷൻ ഓഫ് യൂറോപ്യൻ ഗ്ലോബൽ ഡോമിനേഷൻ്റെ തുടക്കമാണ്. ഫ്രീഡം മൊമെൻറ്റ് ഇൻ ഏഷ്യ, ആഫ്രിക്ക ഗെയിൻ മൊമെൻറ്റം. ആഫ്രിക്കയിലും ഏഷ്യയിലും ഉള്ള സ്വതന്ത്രാക്കാനുള്ള സമരങ്ങൾക്ക് കുറച്ചുകൂടി സ്പീഡ് നൽകി. ഫോർമേഷൻ ഓഫ് ലീഗ് നാഷൻ, UNO അതേപോലുള്ള സംഘടനകൾ തുടങ്ങാൻ ആരംഭിച്ചു. ഇറ്റലി, ജർമ്മനി ആൻഡ് സ്പെയിൻ ട്രാൻസിറ്റഡ് ടു ടോട്ടാലിറ്റേറിയൻ റീജിയൻ. ടോട്ടാലിറ്റേറിയൻ റെയിം എന്ന് വെച്ചാൽ അടുത്തതിൽ പഠിക്കുക. ഇറ്റലി, ജർമ്മനി, സ്പെയിൻ എന്നിവർ ടോട്ടാലിറ്റേറിയൻ റെയിമിലേക്ക് മാറി. Totalitarianism refers to a system where state exerts complete control over an aspect of life, disregarding individual privacy. ഒരാളുടെ പേഴ്സണൽ പ്രൈവസിക്കോ റൈറ്റ്സിനോ മുൻഗണന കൊടുക്കാതെ രാജ്യം തന്നെ എല്ലാ കാര്യങ്ങളും നോക്കി നിയന്ത്രിക്കുന്നതിനാണ് ടോട്ടാലിറ്റേറിയനിസം എന്ന് പറയുന്നത്. ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ റിജക്റ്റ് ഓഫ് ഡെമോക്രസി, ഓപ്പോസിഷൻ ഓഫ് സോഷ്യലിസം, ഡിക്റ്റേറ്റർഷിപ്പ് എന്ന് വെച്ചാൽ ഏകാധിപത്യം, എക്സ്ട്രീം നാഷണലിസം, എലിമിനേഷൻ ഓഫ് പൊളിറ്റിക്കൽ ഒപ്പോണൻസ്, ഗ്ലോറിഫൈ വാർ ആൻഡ് വയലൻസ്. രാഷ്ട്രീയമായി ഒപ്പോണൻസിനെ ഒഴിവാക്കി. ടോട്ടാലിറ്റേറിയനിസത്തിൻ്റെ രണ്ട് രൂപം, ഫാസിസം, നാസിസം. നാസിസത്തിൻ്റെ ഇൻവെൻറ്റർ അഡോൾഫ് ഹിറ്റ്ലറും, ഫാസിസം ബെനിറ്റോ മുസ്ലിനി. അവരുടെ ഐഡിയോളജി നോക്കാം. The ideology was known as fascism in Italy. The ideology referred Nazism in Germany. Founder Benito Mussolini, founder Adolf Hitler. Formed a militia called Black Shirt, established a militia called Brown Shirt. രണ്ടാളും സ്വന്തം ആർമീനെ ഉണ്ടാക്കി, ബ്രൗൺ ഷർട്ടും ബ്ലാക്ക് ഷർട്ടും. ബാൻഡ് ഓൾ നോൺ ഫാസിസ്റ്റ് പാർട്ടി. ഫാസിസത്തിനെതിരായ പാർട്ടികൾ ഡിക്ലൈൻ ചെയ്തു. Formed a Gestapo on gather intelligence and suppress opposition. ആദ്യമായിട്ട് വന്ന ഇൻ്റലിജൻസ് ഗെസ്റ്റാപ്പോ ആണ്. പിന്നെ ഇൻ 1992 മസ്ലിനി ഓർഗനൈസ്ഡ് ദ മാർച്ച് റോം യൂസിങ് ത്രെറ്റ് ആൻഡ് ടെറർ സീസ്ഡ് പവർ. ബെനിറ്റോ മുസ്ലിനി റോം പിടിച്ചടക്കിയത് ടെററിസ്റ്റിലൂടെയാണ്. അഡോൾഫ് ഹിറ്റ്ലർ ഒരു മാർച്ച് നടത്തിയിരുന്നു ബെർലിനിലേക്ക്. അത് പരാജയപ്പെടുകയും അയാൾ ജയിലിൽ പോവുകയും ചെയ്തു. ഇത്രയാണ് ഇതിലുള്ളത്. ഇനി അടുത്ത ട്രീറ്റി ഓഫ് വാർസൈൽ. ട്രീറ്റി ഓഫ് വേഴ്സൈൽ എന്താണെന്ന് വെച്ചാൽ, ദ ട്രീറ്റി ഓഫ് വേഴ്സൈൽ വാസ് പീസ് ട്രീറ്റി ആൻഡ് ജർമ്മനി സൈൻഡ് വിത്ത് അലൈസ് ആഫ്റ്റർ വേൾഡ് വാർ. ഇതൊരു സമാധാനത്തിന് വേണ്ടി ഉള്ളതാണ്. അതിൻ്റെ പശ്ചാത്തലം, ഒന്നാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനി തോറ്റതിനു ശേഷം ജയിച്ച രാഷ്ട്രം സച്ച് ആസ് ബ്രിട്ടൻ, ഫ്രാൻസ്, US, ഇറ്റലി
ചേർന്ന് ലീഗ് ഓഫ് നാഷൻസ് രൂപീകരിച്ചു. ജർമ്മനിക്ക് കർശനമായ നിബന്ധനകൾ ചുമത്താൻ അവർ തീരുമാനിച്ചു. ജർമ്മനിക്കെതിരെ കുറച്ച് It improvised short seed World War under this treaty. German counter-terrorism. Germany was disarmed. Huge repetition imposed on it. Short World War II revolt against Treaty of Versailles and architects. ജർമ്മനിക്ക് കർശനമായ നിബന്ധനകൾ ചുമത്താൻ അവർ തീരുമാനിച്ചു. പ്രധാനമായി ജർമ്മനി ഉത്തരവാദിത്തം ഏറ്റെടുത്തു. യുദ്ധത്തിന് നഷ്ടപരിഹാരം കൊടുക്കണം. അങ്ങനെയുള്ളതാണ് ഈ ട്രീറ്റി ഓഫ് വാർസയിൽ വരുന്നത്. ദ ഫെയിലിയർ ഓഫ് ലീഗ് ഓഫ് നാഷൻ. The League of Nations, formed after World War I, was unable to resolve dispute and conflict between countries. ആ വേൾഡ് വാർ 1 ശേഷവും രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ലീഗ് ഓഫ് നാഷന് സോൾവ് ചെയ്യാൻ പറ്റില്ല. അന്നേരം അത് ദ ലോഞ്ച് ഫെയിൽഡ് ആക്ട് വെൻ ജപ്പാൻ, ഇറ്റലി ആൻഡ് ജർമ്മനി ലോഞ്ച്ഡ് ഓഫൻസീവ്സ്. ജപ്പാനും ജർമ്മനിയും ഇറ്റലിയും ഉള്ളവർ കുറച്ച് ഇത് കൊടുത്തു. അവർക്കെതിരെ എന്താ പറയുക, പഴി ചുമത്താൻ തുടങ്ങി. അവർ മറ്റേ എതിർ പാർട്ടീൻ്റെ ആക്സിസ് പവറിൻ്റെ എപ്പോഴാണ് നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞു. ഫോർമേഷൻ ഓഫ് മിലിറ്ററി അലയൻസ്. രണ്ടാമത്തെ ഫോർമേഷനാണ് ആക്സിസ് പവറും അലൈഡ് പവറും. ആക്സിസ് പവറിൽ ഇറ്റലിയും ജർമ്മനിയും ജപ്പാനും, അലൈഡ് പവറിൽ ഇംഗ്ലണ്ട്, ചൈന, ഫ്രാൻസ്. സോവിയറ്റ് യൂണിയനും USA അലൈഡ് പവറിൽ പിന്നെ ജോയിൻ ചെയ്തു. ഓക്കെ, അത്രയും കഴിഞ്ഞ് ഇനി പോളിസി ഓഫ് അപ്പീസ്മെൻറ്റ് എന്ന് വെച്ചാൽ രണ്ടാം ലോക മഹായുദ്ധത്തിന് മുൻപ് 1939 ബ്രിട്ടനും ഫ്രാൻസും സ്വീകരിച്ച ഒരു നയതന്ത്രപരമായിട്ടുള്ള ഒരു സാധനമാണ്. ഇതിൻ്റെ പോളിസി ഓഫ് അപ്പീസ്മെൻ്റ് അർത്ഥം, അപ്പീസ്മെൻ്റ് എന്ന് വെച്ചാൽ ശാന്തിപ്പിക്കൽ, തൃപ്തിപ്പെടുത്തൽ എന്നായത്. ഇതിൻ്റെ പശ്ചാത്തലം എന്ന് വെച്ചാൽ ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം യൂറോപ്പ് വളരെ ദുർബലമായി, ശക്തിഹീനായി. 1929 സാമ്പത്തിക മാന്ദ്യം, ഗ്രേറ്റ് ഡിപ്രഷൻ എന്ന് പറയുന്നത്, പല രാജ്യങ്ങളെയും ബാധിച്ച്. അതിനുശേഷം ഇവർ ഈ ഇത് കൊണ്ടുവന്നത് ബ്രിട്ടനും ഫ്രാൻസും സ്വീകരിച്ച നിലപാടാണ് ഇത്. The Soviet Union, which came into being after Russian Revolution, spread socialist ideas around the world. സോഷ്യലിസ്റ്റ് ഐഡിയാസ് സോവിയറ്റ് യൂണിയൻ പ്രചരിപ്പിക്കാൻ തുടങ്ങി. ദിസ് വാസ് ത്രെറ്റ് ടു other വെസ്റ്റേൺ ക്യാപിറ്റലിസ്റ്റ് കൺട്രി. വെസ്റ്റിലുള്ള അധികം ക്യാപിറ്റലിസ്റ്റ് കൺട്രികൾക്ക് ഇതൊരു പേടിയായി. പേടിയെന്നല്ല, ഒരു ഭീഷണി. ഫോർ ദ റീസൺ ദേ സോവിയറ്റ് യൂണിയൻ ആസ് ദെയർ എനിമി. സോവിയറ്റ് യൂണിയനെ അവർ എനിമിയായി കാണാൻ തുടങ്ങി. The Munich Agreement is a prime example of Western appeasement. Munich Agreement, Western appeasement. Appeasement means തൃപ്തിപ്പെടുത്തലിൻ്റെ ഒരു എക്സാമ്പിളായി. Thus, appeasement policy gave Hitler confidence and he continued offensive aggressively. ഇതിൻ്റെ നേതൃത്വത്തിൽ ഹിറ്റ്ലർ വീണ്ടും യുദ്ധം തുടങ്ങി. World War II begin. Germany invention of Poland on September 1939 ജർമ്മനി പോളണ്ടിൽ ഇൻവെൻറ്റ് ചെയ്താണ് തുടങ്ങിയത്. വാട്ട് ആർ ദ റിസൾട്ട് ഓഫ് വേൾഡ് വാർ II റിസൾട്ട്? മില്യൺസ് ലോസ് ദെയർ ലൈഫ്. ലക്ഷക്കണക്കിന് വരുന്ന ആൾക്കാർ അവർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ഫാമിനീസ് ആൻഡ് എപ്പിഡമിക്സ് മഹാമാരി സ്പ്രെഡായി. ദ യൂറോപ്യൻ എക്കണോമിക് കൊളാപ്സ്. യൂറോപ്പിലെ സാമ്പത്തിക നില തകരാറിലായി. കോളനൈസേഷൻ ആൻഡ് ഇമ്പീരിയലിസം സ്റ്റേക്ക് ബാക്സ്. കോളനൈസേഷനും ഇമ്പീരിയലിസം താഴെ വീണു. യൂറോപ്സ് ഹെഗമണി കെയിം ടു എൻഡ്. യൂറോപ്പ് ആധിപത്യം അവസാനിച്ചു. ദ യുണൈറ്റഡ് നാഷൻ ഓർഗനൈസേഷൻ വാസ് ഫോംഡ്. UNO വാസ് ഫോംഡ്. ടോട്ടാലിറ്റേറിയനിസം എൻഡഡ് ഇറ്റലി ആൻഡ് ജർമ്മനി. ടോട്ടാലിറ്റേറിയനിസം ഇറ്റലിയിലും ജർമ്മനിയിലും നിന്നു. കോളനീസ് ഇൻ ഏഷ്യ, ആഫ്രിക്ക ഗെയിൻഡ് ഇൻഡിപെൻഡൻസ്. അവർക്ക് നമ്മളെ ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടി. ദ യുണൈറ്റഡ് സ്റ്റേറ്റ് ആൻഡ് സോവിയറ്റ് യൂണിയൻ എമേർജ്ഡ് ആസ് ഗ്ലോബൽ പവർ. യുണൈറ്റഡ് സ്റ്റേറ്റ്സും സോവിയറ്റ് യൂണിയനും ഗ്ലോബൽ പവറായി. പോസ്റ്റ് വാർ ആൻഡ് വേൾഡ്. By the end of World War II, the European powers that had fought each
other had become irrelevant. വേൾഡ് വാറിന് ശേഷം യൂറോപ്യൻ പവേഴ്സ് എല്ലാം അടങ്ങി, അവരെല്ലാം സൈഡായി. ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആൻഡ് സോവിയറ്റ് യൂണിയൻ ഫോളോ കോൺട്രാസ്റ്റിംഗ് എക്കണോമിക് പോളിസി. അവർ എക്കണോമിക് പോളിസീസ് പിന്തുടർന്നു. കോൾഡ് വാർ, ഇതാണ് ഇനി അടുത്ത് ഏറ്റവും മെയിനായിട്ടുള്ള. വൈൽ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അഡോപ്റ്റഡ് ക്യാപിറ്റലിസ്റ്റ് പോളിസി ആൻഡ് ദ സോവിയറ്റ് യൂണിയൻ ഓപ്റ്റഡ് ഫോർ സോഷ്യലിസ്റ്റ്. യു എസ് എ ക്യാപിറ്റലിസ്റ്റ് പോളിസിയും സോവിയറ്റ് യൂണിയന് സോഷ്യലിസ്റ്റ് പോളിസിയാണ് തിരഞ്ഞെടുത്തത്. ബോത്ത് കൺട്രീസ് were wary of each other and tried to spread their ideas throughout world. അവരുടെ സ്വന്തം ഐഡിയ മറ്റുള്ള കൺട്രീസിലേക്ക് അടിച്ചേൽപ്പിക്കാൻ നോക്കി. ദിസ് കോൾഡ് വാർ ബിറ്റ്വീൻ ദം ലാസ്റ്റഡ് ഫോർ അബൌട്ട് ഹാഫ് സെഞ്ച്വറി. 50 വർഷത്തോളം ഈ ഒരു വാർ നിലനിന്നു. കോൾഡ് വാർ എൻഡഡ് ഇൻ 1991 വിത്ത് ഡിസൻറ്റഗ്രേഷൻ ഓഫ് സോവിയറ്റ് യൂണിയൻ. സോവിയറ്റ് യൂണിയൻ്റെ മാഞ്ഞുപോക്കിലൂടെയാണ് അത് നടന്നത്. Cold War. After the World War II, America, which posed capitalist idea, adopted new way to gain wealth. അവർ ക്യാപിറ്റലിസ്റ്റ് ഐഡിയ പുതിയ ഇതിന് വേണ്ടി അവർക്ക് സമ്പത്ത് കൂട്ടാൻ വേണ്ടി ഉപയോഗിച്ചു. ദേ ഇൻഡയറക്ട്ലി എക്സ്പ്ലോയിറ്റ് ന്യൂലി ഇൻഡിപെൻഡൻറ്റ് കൺട്രി ബൈ പ്രൊവൈഡിങ് ലോൺ ടു ദം. അവർ പുതുതായി ഉണ്ടായി വന്ന നാഷൻസിന് അവർ ലോൺ കൊടുത്ത് എക്സ്പ്ലോയിറ്റഡ് ചെയ്യാൻ നോക്കി, അടിച്ചമർത്താൻ നോക്കി. ദിസ് വാസ് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് കോളനൈസേഷൻ. ദിസ് പോളിസി ഈസ് നോൺ ആസ് നിയോ കോളനൈസേഷൻ. ഇത് ഒരു ഡിഫറെൻറ്റ് തരത്തിൽ മറ്റൊരു തരത്തിലുള്ള കോളനൈസേഷനാണ്. ഈ ഒരു പോളിസിനാണ് നിയോ കോളനിസം എന്ന് പറയുന്നത്. ദിസ് ന്യൂ കോളനൈസ് പോളിസി വാസ് ഇംപ്ലിമെൻറ്റഡ് ത്രൂ ഫിനാൻസ് ക്യാപിറ്റലിസം. ഇത് ഫിനാൻസ് ക്യാപിറ്റലിസത്തിലൂടെയാണ് നടപ്പിലാക്കിയത്. The influence of the entire world through large corporations, which led to the collapse of traditional industry and the control of resource capitalists. ഇത് വലിയ കാര്യമല്ല, നോട്ട് ഇമ്പോർട്ടൻറ്റ്. അപ്പം ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചാണ്. ഇതിൻ്റെ വെൽത്ത് ആൻഡ് വേർഡിൻ്റെ പാർട്ട് 2 ക്ലാസ്സാണ്. നമ്മൾ 2 ക്ലാസ് കൊണ്ട് അങ്ങനെ വെൽത്ത് ആൻഡ് വേർഡ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി അടുത്ത ഒരു ലൈവിലോ അല്ലെങ്കിൽ ഗ്രൂപ്പിലോ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് കംപ്ലീറ്റ് ആയിട്ട് ഇടുന്നതായിരിക്കും. അപ്പം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.